നമസ്കാരം. 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 ഇപ്പൊ കണ്ണൂരിൽ CPM സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയാണെങ്കിൽ ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതേപോലെ തന്നെ ഷംസീറിനെ തലശ്ശേരിയിൽ നിന്നും മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിൻ്റെ അകത്തുള്ള ഒരു വിചിത്രമായ സംഭവം എന്താന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ 10 വർഷമാണ് ഇയാളുടെ ഭരണ കാലാവധി എന്ന് പറഞ്ഞാൽ 10 വർഷമായി. ഇതിന് തൊട്ട് മുൻപ് എന്താ പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറിയായി അധികാരം പിടിച്ച കാലം തൊട്ട് വരുന്ന ചെയ്തികളും നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്ന് ആലോചിക്കുക. തനിക്കിഷ്ടമുള്ള ആളുകളെ മാത്രമേ ഇയാൾ പാർട്ടിയുടെ കമ്മിറ്റികളിൽ പോലും എടുത്തിട്ടുള്ളൂ. അല്ലാത്തവനെല്ലാം പാർട്ടിയിൽ നിന്ന് പുറത്താണ്. അല്ലെങ്കിൽ ഓരോ ആളുകളെയും സ്വമേധയാ അതിനകത്ത് മനമെടുത്ത് നിർജീവമാവുകയോ സ്വയം പുറത്തു പോകാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വാസ്തവത്തിൽ ഇയാൾ ഉണ്ടാക്കി തീർത്തത്. ആ ഒരു പീരീഡിനെ കൊണ്ടാണ് പാർട്ടി ഏറ്റവും അതിന്റെ നാശോന്മുഖമായിരിക്കുന്ന എന്താ പറയുക അന്തഛിദ്രങ്ങളിൽ പുറത്തു കാണാതെ അതിന്റെ ആഭ്യന്തര ഘടനയിൽ വലിയ വിള്ളലുകളും പുഴുക്കുത്തുകളും ഉണ്ടാക്കിയിട്ടാണ് ഇയാൾ 15 വർഷക്കാലം അയാൾ പാർട്ടി സെക്രട്ടറിയായി തുടർന്നത് എന്നതാണ് അതിന്റെ വിചിത്രമായ സംഭവം. പക്ഷേ ആ സംഭവത്തെ പോലെ ഇവിടെ ഉണ്ടായിരിക്കുന്ന പത്രങ്ങൾ, മീഡിയകൾ എല്ലാവരും പറഞ്ഞെന്താ പറഞ്ഞാൽ ഈ ഏറ്റവും കരുത്തനാണ് എന്ന് പറയുന്ന അങ്ങേയറ്റം ബുദ്ധിശൂന്യമായ ഒരുപക്ഷെ അയാൾ പറയുന്ന നുണകൾക്ക്, അയാളുടെ ഈ എന്താ പറയുക അധികാര ഗർവിനോട് വിധേയത്വം പ്രാപിക്കുന്ന ആളുകളെ കൊണ്ട് പലതും പറയിപ്പിക്കുന്ന രീതിയിലുണ്ടായിരിക്കുന്ന ഒരു ക്രമീകരണമാണ് അയാൾ വരുത്തിയത്. അത് കഴിഞ്ഞു. അതിനുശേഷമാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? ഇയാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാവുന്നു. മുഖ്യമന്ത്രിയായതിനു ശേഷം വന്നിരിക്കുന്ന മന്ത്രിസഭകൾ എടുക്കുക. ഇത് തൊട്ട് ഇപ്പോൾ അയാൾ നിലവിലുള്ള മന്ത്രിസഭകൾ എടുക്കുക. ആ മന്ത്രിസഭകത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒരുത്തൻ CPM പ്രതിനിധിച്ച് വന്നിരിക്കുന്ന ഒരൊറ്റ ഒരുത്തൻ ഗുണം പിടിച്ചൊരുത്തനില്ല ഇതിനകത്ത്. ഒരാളുമില്ല. ഈ ഇല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ അയാൾ വീണ്ടും എന്ത് ചെയ്യുക? കൃത്യമായി സീറ്റ് കൊടുക്കുന്നു അതിനകത്ത്. എന്നാൽ ചില ആളുകളെ അയാൾ ഒഴിവാക്കുന്നു. ആ ഒഴിവാക്കുന്നതിന് പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് ഈ പറഞ്ഞ പോലെ ശൈലജ ടീച്ചർ. ഇതുപോലെ തന്നെ ഒഴിവാക്കപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ അകത്തുള്ള ഒരാളാണ് ഷംസീർ. ഈ രണ്ട് സംഭവത്തിനെ നമ്മൾ വളരെ വ്യക്തമായി നമുക്ക് ഒന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ശൈലജ ടീച്ചർ ഈ നേരത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലായിരുന്നല്ലോ ഇവിടെ ഈ കോവിഡ് എന്നുള്ള സംഭവം വരുന്നത്. ഈ കോവിഡുമായി ബന്ധപ്പെട്ട സംഭവത്തിന്റെ മേലെ ശൈലജ ടീച്ചർ വളരെ ഗംഭീരമായി ആക്ട് ചെയ്തു എന്ന് പറയുന്ന അങ്ങേറ്റം വ്യാജമായ നിർമ്മിതിയാണ്. അത് പോട്ടെ, അത് വേറെ വിഷയം. പക്ഷെ അങ്ങനെ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തതോടെ ഇയാൾ എന്ത് ചെയ്തു? ടീച്ചറെ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിനകത്ത് നിന്ന് കേവലം നോക്കുകുത്തിയായി ഒരു ബഫൂണാക്കി അവിടെ ഇരുത്തി ആ രംഗം മുഴുവൻ ഇയാൾ കൈപ്പിടിയാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അങ്ങേയറ്റം അരോചകമായ രീതിയിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷിതത്വത്തിന്റെയും അവരുടെ ജീവൻ സുരക്ഷയുടെയും ആവശ്യത്തെക്കുറിച്ച് ഞാൻ പരമാവധി ബോധവാനാണ് എന്ന് പറയാവുന്ന വളരെ ഗൂഢമായ ഒരു PR വർക്ക് നിർമ്മിതിയിലൂടെ അയാൾ വലിയ തോതിലുള്ള കൊള്ളയും ഈ കേരളത്തിൽ സാമ്പത്തിക കൊള്ളയും വലിയ തോതിലുള്ള വ്യവഹാരങ്ങളും നടത്തി. അതായത് ലോകം മുഴുവൻ എന്താ നിശ്ചലമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇയാൾ എന്ത് ചെയ്തത്? ഈ രോഗം വിറ്റിട്ട് ശതകോടികൾ ഇയാൾ ഉണ്ടാക്കുന്നത്. ഇതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യം. ആ വിഷയത്തിന്റെ മേലെ പിന്നീട് ടീച്ചർ പാടെ സൈഡ്ലൈൻ ചെയ്യപ്പെടുകയും കഴിഞ്ഞ തവണ മത്സരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അവർക്ക് സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ മട്ടന്നൂരിൽ അവർ CPM പ്രതിനിധിച്ച് മത്സരിച്ചവരുടെ കൂട്ടത്തിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവർ മാറുകയും ചെയ്തു. അത് വന്നപ്പോൾ എന്തായി തീർന്നു? അവർക്ക് മന്ത്രിസഭയിൽ പ്രാമുഖ്യമില്ല. അവരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് എടുത്തതോ ഇപ്പോഴത്തെ ഈ പറയുന്ന വലിയ ഗംഭീരയായ അതായത് ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു ആരോഗ്യ മന്ത്രിയാണ് നമ്മൾ കേരളത്തിന് ഇയാൾ എടുത്തത്. അതാണല്ലോ ഈ പറഞ്ഞ പോലെ വീണ ജോർജ് എന്ന് പറഞ്ഞ വീണ ജോർജ് ഈ പറയുന്ന ഒരാളെ അതിനകത്തുകൊണ്ട് ഇൻസ്റ്റൾ ചെയ്തു. ഫലത്തിൽ എന്താ സംഭവിച്ചത്? ശരിക്കും എന്താണ് സംഭവിച്ചത്? കേരളത്തിന്റെ ആരോഗ്യരംഗം സമ്പൂർണ്ണമായി തകർന്നു എന്ന് മാത്രമല്ല, അവർക്ക് അതിന്റെ മുകളിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അത് മാറ്റപ്പെടുകയും ചെയ്തതുകൊണ്ടാണ്. ഒരു നിയന്ത്രണവും ആ ആരോഗ്യ മേഖലയിൽ അവർക്കില്ല. അവർക്ക് ഈ ഡോക്ടർമാരുടെ യഥാർത്ഥമായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, നേഴ്സുമാരുടെ വിഷയങ്ങൾ എന്തെല്ലാമാണ്, ഒരു ആശുപത്രിയിൽ പോകുന്ന രോഗിയുടെ വിഷയങ്ങൾ എന്തെല്ലാമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ചികിത്സ നടത്തുന്ന ആളുകളുള്ള സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ അത് കേരളത്തിലാണ്. എന്തുകൊണ്ടാണ്? ഈ നിലവിലുള്ള സർക്കാർ ആശുപത്രികളെല്ലാം തന്നെ ഒരു വകക്ക് കൊള്ളാത്ത ആശുപത്രികളാണ് എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ മലബാർ മേഖലയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ മുഴുവൻ തന്നെ എന്താന്ന് പറഞ്ഞാൽ പോകുന്നത് സ്വകാര്യ മേഖലയിലേക്കാണ്. എന്നിട്ട് ഈ പറയുന്ന വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു സാമാന്യ ബുദ്ധി പോലും ഇല്ലാതെ കോർപ്പറേറ്റ് സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലുണ്ടായിരിക്കുന്ന മുഴുവൻ കോർപ്പറേറ്റ് ആശുപത്രികളുടെയും ബ്രാൻഡ് അംബാസിഡർ ആരാണെന്നതാണ് ആദ്യത്തെ ചോദ്യം. ആ ബ്രാൻഡ് അംബാസിഡർ മറ്റാരുമല്ല, ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്.
എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ നേരെ പോകുന്നതിട്ടേക്കാൾ അമേരിക്കയിലേക്കാണ് ഇയാൾ പോകുന്നത്. എന്തിനും നാട്ടുകാരോട് പറയാം ലോകത്തിൽ ഏറ്റവും ലോകോത്തരമായ ചികിത്സ ഇവിടെയാണ്. അതായത് എരുമച്ചാണകം എടുത്തിട്ട് അയാൾ മലമുക്കിയ ചൂലെടുത്ത് അടിച്ചാൽ പോലും അയാൾ സംസാരിക്കുന്ന സമയത്ത് പറയാം മരിച്ചവന്റെ ഭാഷയിലാണ് അയാൾ സംസാരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, മരിച്ചവന്റെ ഭാഷയിലാണ്. ഒരു വികാരവുമില്ല. എത്ര നിർവികാരമായി ഒരാൾക്ക് പ്രസംഗിക്കാൻ കഴിയുമോ? എങ്ങനെയാണ് അയാൾ അങ്ങനെ പ്രസംഗിക്കുന്നത് അറിയില്ല. നിങ്ങൾ നേരെ പറഞ്ഞിട്ട് VS അച്യുതാനന്ദന്റെ പ്രസംഗത്തിന്റെ നിങ്ങളുടെ ഭാവിയിൽ നിന്ന് കണ്ടുനോക്കിയാൽ അത് ഉള്ളിൽ തട്ടി ഉള്ളിൽ നിന്ന് വരുന്നൊരു ഭാഷ അങ്ങേയറ്റം എന്താ പറയുക നിർവികാരമായി നിന്നിട്ട് ഒരു ആരോഗ്യമേഖലയെ കുറിച്ച് പറയുമ്പോഴും നമ്മുടെ കേരളത്തിനകത്ത് വരുന്ന എന്താ പറയുക പിന്നെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഏത് സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്രമാത്രം നിർവികാരതയിലാണ് ഇയാൾ പെരുമാറുന്നത്. അത് വേറൊരു വിഷയമാണ്. ഇപ്പം ഇങ്ങനെ പറയുന്ന ഒരാൾ അയാൾ സാക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. രണ്ടാമത് വരുന്ന വിചിത്രമായ സംഭവം വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ തലശ്ശേരിയിലാണ്. ഈ തലശ്ശേരിയിൽ പിന്നെ ഷംസീറിനെ മാറ്റുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പേരുണ്ട്, അതിലേക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേര് ഇപ്പോൾ ഒരു പത്രങ്ങൾ വന്നിരിക്കുന്ന പ്രകാരമാണ്. അങ്ങനെയാണ് എങ്കിൽ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്നത് പൊളിറ്റിക്സ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിനകത്ത് എന്താണ് എന്നല്ലേ, ഇപ്പോൾ തലശ്ശേരിയിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പത്രങ്ങൾ വന്നിരിക്കുന്ന വാർത്ത പ്രകാരമാണ് എങ്കിൽ അദ്ദേഹം ഫസൽ വധക്കേസിനകത്തെ സുപ്രധാനമായിരിക്കുന്ന ഒരു പ്രതിയാണ്. അദ്ദേഹം ഫസൽ വധക്കേസിലെ സുപ്രധാനമായിരിക്കുന്ന പ്രതിയാണ്. ഫസൽ വധക്കേസിലെ സുപ്രധാനമായിരിക്കുന്ന പ്രതിയെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒരു കാര്യം ന്യായമായി നമുക്ക് സംശയിക്കാവുന്നതല്ല, നിരീക്ഷിക്കാവുന്നതാണ്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന വോട്ടിന് വലിയ ചോർച്ചകൾ ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു വലിയ ഒരു കൊടുങ്കാറ്റ് പോലെ താങ്ങി വീശുന്ന സമയത്ത് ആ ഭാഗത്ത് വരാവുന്ന വോട്ടിന് വലിയ ചോർച്ചയുണ്ടാവും. ഈ വോട്ടിലെ ചോർച്ച വന്നാൽ ഈ ചോർച്ചയെ മൈനസ് ചെയ്യുന്നത് ഇവിടുന്നായിരിക്കും, അല്ല അതിനെ മറികടക്കുന്നത് ഇവിടുന്നായിരിക്കും. മറികടക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടായിരിക്കും, അഥവാ ഹിന്ദു വോട്ടായിരിക്കും. ഈ ഹിന്ദു വോട്ട് വാങ്ങുക, സ്വീകരിക്കുക എന്ന് പറയാവുന്ന അങ്ങേയറ്റം ദുരുപതിഷ്ഠിതമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ ബുദ്ധിയിലാണ് ഈ പറയുന്ന പ്രകാരമാണെങ്കിൽ ഒരു നീക്കം നടന്നിട്ടുള്ളതെന്ന് ന്യായമായും സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്തരം ഒരു നീക്കം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഈ CPIM എന്ന് പറയുന്ന പാർട്ടിയിൽ ഇയാൾ പ്രമാണിയായതിൽ പിന്നീട് വന്നിട്ടുള്ള ഒരു പ്രധാന ദുരന്തം സംഘപരിവാറുമായി, പ്രത്യേകിച്ച് ആ രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായി വളരെ ആഴമാർന്നിരിക്കുന്ന ഒരു ബന്ധം ഇയാൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്രതിരോധമായിരിക്കുന്ന ഒരു ഫാക്റ്റായി അത് ചരിത്രത്തിൽ നിലനിൽക്കുകയാണ് സാധനം. ഇങ്ങനെ വരുന്ന സംഭവത്തിന്റെ കോംപ്രമൈസിങ്ങിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്ന എന്താ പറയുക ചർച്ച നടത്തി. ആ ചർച്ചക്കകത്ത് BJPയുടെ ഉത്തരവാദപ്പെട്ട ആളുകളെ മുഴുവൻ തന്നെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളുമായിട്ടാണ് ഇയാൾ ചർച്ച നടത്തിയത്. ആ ചർച്ചയ്ക്ക് ശേഷമാണ് മലബാർ മേഖലയിൽ ഈ രാഷ്ട്രീയ സംഘടന എന്ന പേരിൽ നടത്തിയിരിക്കുന്ന വീരസ്യം പറയലും അതിന്റെ എന്താ പറയുക ഫുട്ബോളിന്റെ ഗോളടിക്കുന്നത് കൊണ്ടുള്ള കണക്ക് പറഞ്ഞു നിൽക്കുന്ന 6 കൊലകൾ അവസാനിക്കുന്നത്. അപ്പൊ ഇത് ആരുടെ പക്ഷത്ത് ആരായിരുന്നു ഇതിന്റെ ഓപ്പറേറ്റർ? എന്തായിരുന്നു ഈ ഓപ്പറേഷന്റെ പിറകിൽ രാഷ്ട്രീയ? ഇയാൾ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്, ഒന്നാമത്തെ തവണ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് സംഘപരിവാറുമായി വളരെ കൃത്യമായിരിക്കുന്ന ഒരു പാലം ഇയാൾ നിർമ്മിക്കുകയും ഈ പാലത്തിന്റെ ബലത്തിലാണ് ഇയാൾ എന്ത് ചെയ്തത്? അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ സംഘപരിവാറിന്റെ ബലത്തിലാണ് ഇയാൾ ഇപ്പോഴും ഇയാൾക്ക് വന്നിരിക്കുന്ന ഒരൊറ്റ കേസ് കച്ചുവിട്ടില്ല, ഒരു കേസും ഈ നിലവിലുള്ള രാഷ്ട്രീയ കാലാവധി കച്ചി തൊടാനും പോകുന്നില്ല. ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ ഇതെന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരത്തിന്റെ ഒരു പ്രത്യക്ഷമായ സംഭവമാണ് തലശ്ശേരിയിൽ ഈ പറയുന്ന പ്രകാരം ഉണ്ടായിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ വരുന്നത് എങ്കിൽ അത് ന്യായമായും വളരെ ഗൗരവതരമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമായി കേരളത്തിൽ അത് മുടച്ചു നിൽക്കാൻ പോകുന്ന ഒരു പൊളിറ്റിക്സ് ആണത്. നിങ്ങൾ വേറെ നോട്ട്. ഇപ്പോ ഇസ്രായേൽ അമേരിക്ക ചേർന്നിട്ട് ഇറാനിൽ കൊണ്ടുപോയി ബോംബാർഡ് ചെയ്തു, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഈ വിഷയത്തിനകത്ത് പോലും ഇവരുടെ പാർട്ടിക്കാർ ഇന്നലെ തൊട്ട് അത്യാവശ്യം ജാഥ ചിന്താതെ വിളിക്കാതെ പറയും. അമേരിക്കയെയും ഇസ്രായേലിനും തെറി വിളിച്ച് നടന്നത്. ഈ സംഭവം നടക്കുമ്പോഴാണ് ഇന്നലെ വയനാട് ചൂരൽമലയിലെ മറ്റേ വീട് ഒരു താക്കോൽദാന പരിപാടി നടന്നു. ഈ താക്കോൽദാന പരിപാടി നടന്നപ്പോൾ അയാൾ BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പിനെയോ അല്ലെങ്കിൽ BJPയുടെ പ്രധാനമന്ത്രിക്ക് ഇതായിട്ട് ഒരക്ഷരം ഉരിയാടിയോ? അയാൾ ഉരിയാടിയോ? വായി എന്തുകൊണ്ട്? ഇവിടെയാണ് ഞാൻ ഇപ്പൊ തലശ്ശേരിയിൽ നടന്നിരിക്കുന്ന സംഭവത്തിന്റെ ഒരു വിഷയത്തിന്റെ ആഴം അവിടെയാണ് നമ്മൾ കാണേണ്ടത്. അവിടെ അയാൾ പറയുന്ന സാധനം ഒറ്റൊന്ന് മാത്രമാണ്. വിവിധങ്ങളായ മേഖലകളിൽ നിന്നും നമുക്ക് പണം തരേണ്ടിയിരിക്കുന്ന മേഖലകളിൽ നിന്നുണ്ടായ സഹായങ്ങളൊന്നും നമുക്ക് ലഭിച്ചില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പറയണം, പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാനുള്ള ബാധ്യത ഭരണഘടനാപരമായുള്ള ഒരാൾ ആ പേര് പോലും പറയാതെ ഒരു പ്രസംഗം ഇതേപോലെ മരിച്ച ഒരു പ്രസംഗം എഴുതി വായിച്ച് ബാക്കിയുള്ള കൂട്ടർക്കെതിരെ സിദ്ദിഖിനെ കൂവൻ ആളെ കൊണ്ട് ഇരുത്തിക്കൊണ്ട് ഇമാരി നാറിയ പണിയാണ് വാസുദേവൻ. ഇവിടെ വരുന്നൊരു വിഷയം എന്താണ് വിഷയം?
ആ വിഷയത്തിനകത്ത് പോലും ഈ രഹസ്യമായിരിക്കുന്ന ബാന്ധവത്തിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണത്. അല്ല എങ്കിൽ ഈ സംഭവത്തിന്റെ മേലെ മുഖ്യമന്ത്രി ആഞ്ഞടിക്കേണ്ടതല്ലേ. ഈ അവിടെ ആഞ്ഞടിക്കാതിരിക്കുക, വന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരായി DYFകാരെ കൊണ്ട് പാർട്ടിക്കാരെ കൊണ്ട് ജാതി പിടിപ്പിക്കുകയും ചെയ്യാം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന്റെ ആക്ച്വൽ റീസൺ എന്താണ് ആക്ച്വൽ റീസൺ? ആ റീസൺ ഇതുമായിട്ട് ബന്ധമില്ലാത്ത വിഷയമാണ് ഞാൻ പറയുന്നത്. ആക്ച്വൽ റീസൺ എന്ന് പറയുന്നത് അത് എപ്സ്റ്റീനിന്റെ ഡയറിയുമായി ബന്ധപ്പെട്ട വിഷയമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. ആ ഡയറി പുറത്തു വന്നതോടെ ഇതിനകത്ത് ഒരുപടി ആളുകളുടെ പേര് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പെട്ടിരിക്കുന്ന ഒരാളുടെ പേരാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര്. അതിൽ പെട്ടിരിക്കുന്ന ഒരാളുടെ പേരാണ് ഈ ഇസ്രായേലിലെ പ്രധാനമന്ത്രി, ഇസ്രായേലിലെ ഈ നെതന്യാഹുവിന്റെയും അതിന് ഒട്ടുമുള്ള മറ്റു പലരുടെയും പേരുകൾ. ഇതിൽ പെട്ടിരിക്കുന്ന ഒരു പേരുള്ളതായി പറഞ്ഞു കേൾക്കുന്നത് കേരളത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു രാജ്യസഭാംഗത്തിന്റെ പേര് പറയുന്നുണ്ട്. അത് ഇടതുപക്ഷ രാജ്യസഭാംഗത്തിന്റെ പേര് അതിൽ പരാമർശിക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പിന്നെ ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള BJPയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നേതാക്കന്മാരുടെ പല പേരുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതിനൊരു സ്ഥിരീകരണമൊന്നുമില്ല. ഈ വിഷയമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങൾ പാർലമെന്റിനകത്ത് എപ്സ്റ്റീനിന്റെ ഡയറിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ സുവിധമായി സംസാരിക്കുമ്പോൾ അത് സംസാരിക്കാൻ ഇവർ അനുവദിക്കാതിരുന്നത് ഈ വിഷയത്തിന്റെ മേലെയാണ്. അതൊരു വേറൊരു വിഷയമാണ്. പക്ഷേ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ യുദ്ധം നടക്കുന്നതിന് കൃത്യം 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ സന്ദർശിക്കാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിൽ എത്തിച്ചേരാവുന്ന ഒരു നിഗമനം എന്താണെന്ന് പറഞ്ഞാൽ ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ലോകത്തെ തെമ്മാടികളിൽ നമ്പർ 1 അമേരിക്കയാണ്. ലോകത്തിലെ തെമ്മാടികളിൽ നമ്പർ 1 അമേരിക്ക, ഡൊണാൾഡ് ട്രംപ്. ഈ നമ്പർ 2 ആയിരിക്കുന്ന ഈ ഭൂലോക തെമ്മാടി ബെഞ്ചമിൻ നെതന്യാഹു. ഈ നെതന്യാഹു വാസ്തവത്തിൽ എന്താണ് എപ്സ്റ്റീൻ ഡയറി കയ്യിൽ വെച്ചുകൊണ്ട് വാസ്തവത്തിൽ ഡൊണാൾഡ് ട്രംപിനെ അയാൾ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഇത് ബ്ലാക്ക്മെയിൽ ചെയ്യാനെന്ത് ചെയ്യുകയാണ്? അടിസ്ഥാനപരമായിരിക്കുന്ന മുസ്ലിം വിരോധം ഈ വൗച്ചറിൽ അയാൾ മുറിക്കുകയും അതുവഴി പശ്ചിമേഷ്യയിൽ വെച്ച് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാതാക്കാനുള്ള പ്രക്രിയക്ക് ഈ എപ്സ്റ്റീൻ ഡയറി ഉപയോഗിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ഇത് വാസ്തവത്തിൽ ഈ വിഷയം മനസ്സിലാക്കുന്നതിന് പകരം GPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ഈടെയുടെ സെക്രട്ടറിയും അറിഞ്ഞു പറയാണ് ഈ യുദ്ധം നിർത്തണം. ഇത് പറയേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ നാട്ടിലേക്ക് യുദ്ധം നിർത്തുമല്ലോ. ഇപ്പോൾ ഇമാര് ബടായും വിട്ടിട്ട് നാട്ടുകാരെ പറ്റിക്കാനാണ് ഈ മുദ്രാവാക്യം പോലും ഈ ജാഥ ഒരുവർ നയിക്കുന്നതിനാണ്. അതുപോലും മുസ്ലിം വോട്ടിനകത്ത് വോട്ട് ബാങ്ക് കിട്ടുമെന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറയുന്ന വിഷയം അവിടെ പോയി ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരായി പറയേണ്ടിയിരിക്കുന്ന രാഷ്ട്രീയമായിരിക്കുന്ന വിഷയങ്ങൾ ഒരു വസ്തു പോലും ഉന്നയിക്കാതെ ഇപ്പുറത്ത് വന്നിട്ട് ഈ സാധനം പറയുക എന്ന് പറഞ്ഞാൽ കബളിപ്പിക്കലും പറ്റിക്കലുമാണ്. ഈ പറ്റിപ്പിക്കൽ സംഭവത്തിന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന തലശ്ശേരിയിലെ സ്ഥാനാർത്ഥിത്വത്തിന്റെ വിഷയം. ഇതുപോലെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ നോക്കിക്കോ, പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തെ എന്താ പറയാ നിർവീര്യമാക്കിക്കൊണ്ട് തന്റെ ഇംഗിതങ്ങളും തനിക്ക് ഈ പറയുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായി ബന്ധമുള്ള ഒരു വലിയ രാഷ്ട്രീയ എന്താ പറയാ നീക്കുപോക്കുകൾ ഉണ്ടാക്കി അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. ഈ ശ്രമം വരുമ്പോൾ ന്യായമായി നമുക്ക് സംശയിക്കാവുന്ന വിഷയം എന്താണ്? ശരിക്ക് BJPയുമായി കരാറുണ്ടാക്കി BJPയുടെ വോട്ട് വാങ്ങി ഇയാൾക്ക് പരമാവധി സീറ്റുകൾ ഇവിടെ നേടാൻ കഴിയുമോ എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന, അതായത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ ഒരു രാഷ്ട്രീയമാണ് ഇയാൾ പ്രയോഗിക്കുന്നത്. ഈ രാഷ്ട്രീയം നിങ്ങളുടെ തിരിച്ചറിയുന്ന സാധനം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാറുന്ന പോളിറ്റ്ബ്യൂറോ സമ്മേളനത്തിന് വെച്ച് നേരത്തെ സീതാറാം യെച്ചൂരി എടുത്തിരിക്കുന്ന പൊളിറ്റിക്കൽ ലൈൻ ഉണ്ട്. ആ പൊളിറ്റിക്കൽ ലൈൻ എന്താണ്? അത് ആന്റി BJP പൊളിറ്റിക്കൽ ലൈനാണ്. ആന്റി RSS പൊളിറ്റിക്കൽ ലൈനാണ്. ഈ ആന്റി BJP ആന്റി RSS പൊളിറ്റിക്കൽ ലൈൻ എടുത്തിരിക്കുന്ന പാർട്ടി കോൺഗ്രസിൽ നിന്ന് തെന്നുമാറി എന്ത് വരികയാണ്? ഈ വിഷയമേ ചർച്ച ചെയ്തങ്ങ് മാറുകയാണ്. ഈ വിഷയം ചർച്ച ചെയ്ത് മാറുന്നതോടെ ഇവരുടെ ശത്രുത ഏത് ഭാഗത്തേക്ക് നീങ്ങാണ്? കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് ഇതിന്റെ ശത്രുത നീങ്ങുന്നതോടെ എന്തായി? യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എയിം ചെയ്യേണ്ടിയിരിക്കുന്ന രാഷ്ട്രീയത്തിലെ മുഖ്യ ശത്രുവാര് ആ വിഷയത്തിലെ ദിശ തെറ്റിച്ചുകൊണ്ട് മുഖ്യശത്രുവിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇല്ലാതിരിക്കുന്ന ഒരു ശത്രുവിനെ പ്രഥമ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക വഴി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അതിനെ ദുർബലപ്പെടുന്ന രാഷ്ട്രീയ പ്രക്രിയക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളായി വാസ്തവത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി മാറി. അല്ലെങ്കിൽ കേരളത്തിൽ ഈ മുഖ്യമന്ത്രി പ്രതിനിധീകരിക്കുന്ന കോക്കസ് ഗ്രൂപ്പ് മാറിക്കഴിഞ്ഞു എന്നുള്ളത്. ഈ മാറ്റത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പൊ വന്നിരിക്കുന്ന TPMന്റെ പോളിറ്റ്ബ്യൂറോ തീരുമാനിക്കുകയാണ് ഇയാൾ തന്നെ നയിക്കുന്നത്. എത്ര വിചിത്രമായ, എങ്ങനെയാണ് ഇയാൾ തന്നെ ഈ വരുന്നൊരു തെരഞ്ഞെടുപ്പ് 80 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ വീണ്ടും ഇയാൾ തന്നെ നയിക്കുന്നത്? 80 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന ഒരു ഭൂലോക തലക്ക് സുഖമില്ലാതായി പോയിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ലോകം മുഴുവൻ ഇപ്പൊ കൊളാക്കി വെച്ചിട്ടുള്ളത്. ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വിദ്വാൻ ഇതേപോലെ തന്നെ 80 വയസ്സ് പിന്നിട്ടിരിക്കുന്ന ഒരാളാണ് ഇയാൾ.
ഒന്നെന്താ പറയുക, നിങ്ങൾക്ക് അത്രമാത്രം ഉണ്ടായിരിക്കുന്ന ഒരു എന്താ പറയുക എഫിഷ്യൻസി നിങ്ങൾക്ക് കുറയും. മനുഷ്യന്റെ ജൈവികമായിരിക്കുന്ന പ്രതിസന്ധിയാണത്. ആ പ്രതിസന്ധി തിരിച്ചറിയുന്നതിന് ഈ ആർത്തി പിടിച്ചിരിക്കുന്ന ഭരണാധികാരം എനിക്ക് തുടരണമെന്ന് പറയുന്ന സംഭവം എന്നാണ്. മറുഭാഗത്ത് സംഘപരിവാറിന്റെ കരങ്ങൾ എന്നെ സ്ഥിരമായി സംരക്ഷിക്കുമെന്നുണ്ടായിരിക്കുന്ന ഒരു ബോധത്തിന്റെ മേലെയാണ് ഇയാൾ വീണ്ടും ഈ പറയുന്ന നാറിയ തോതിലുണ്ടായിരിക്കുന്ന ഈ ഏർപ്പാട് ഇയാൾ നടത്തുന്നത്. ഇത് നടത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു വലിയ യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞാൽ, സംഘപരിവാറിനെ സഹായിക്കുക വഴി കേരളത്തിൽ എന്ത് വരികയാണ്? കേരളത്തിലും ഇന്ത്യയിലും തിരിച്ചു നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ CPM എന്നൊരു പാർട്ടിക്ക് എന്ത് വിലയാന്ന്, എന്ത് നിലയും വിലയാന്ന് മിസ്റ്റർ നന്ദകുമാർ, എന്തെങ്കിലും നിലയും വിലയുണ്ടോ? ആരാണ് ഇവരെ മൈൻഡ് ചെയ്യാൻ പോകുന്നത്? ഒന്നുമില്ല. അത്യാവശ്യം ഉണ്ട് എന്ന് പറയുന്ന സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിനകത്ത് നിന്നുകൊണ്ട് ഈ പാർട്ടിയെ വീണ്ടും നക്കിക്കൊല്ലുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ച് ഇവിടെയാണ് MP രാഘവൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പൊട്ടിച്ചിട്ട്, അതോടൊപ്പം തന്നെ ഡാംഗെ പറഞ്ഞിരിക്കുന്ന പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സിനെ ബലപ്പെടുത്തുന്ന ഒരു പ്രക്രിയക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ഇത് തിരിച്ചറിഞ്ഞ് ലീഡർഷിപ്പ് എടുക്കുന്നില്ല എങ്കിൽ ഈ 2026 തിരഞ്ഞെടുപ്പോടുകൂടി CPI എന്ത് ആവുന്നറിയാം, വംശനാശം സംഭവിച്ച ഒരു പാർട്ടിയായി ഈ കേരള പൊളിറ്റിക്സിൽ അവർ മാറാൻ പോവുകയാണ്. അവരെ മുഴുവൻ തോൽപ്പിക്കാൻ, ഞാൻ സംശയിക്കുന്നതാണ്, അവരെ മുഴുവൻ തോൽപ്പിക്കാൻ ഇയാൾ ആ ചട്ടം കിട്ടുന്ന പറയുന്നത് BJP ഇവർ ചട്ടം കിട്ടും. ഇയാൾ ഉറപ്പാണ് ചട്ടം കിട്ടുന്നുള്ള കാര്യം. അങ്ങനെ BJP എന്താകും, CPI എന്താകും? CPI ഈ അതിന്റെ ചരിത്രപരമായ അതിന്റെ വളർച്ചയിലെ ഏറ്റവും പ്രതിസന്ധിയുള്ള കാലത്തൂടെയാണ് അവർ ഇപ്പൊ കടന്നു പോകുന്നത്. അതിൽ ഏറ്റവും ദയനീയമായ ഒരു ചിത്രം 2026 ഇലക്ഷനെ അവരെ തുറുകണ്ണായിട്ട് അവരെ മുമ്പിൽ നോക്കി നിൽക്കുന്ന ഒരു ചിത്രമാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ വരുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെയാണോ വിപുലീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ടിയിരുന്ന വിശാലമായിരിക്കുന്ന ഒരു ഐക്യമുന്നണി സംവിധാനത്തെ, ആ സംവിധാനത്തിന്റെ കടക്ക് കത്തിവെക്കുകയും അതുവഴി സംഘപരിവാറിനെ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇടതുപക്ഷത്തിന്റെ പേരെ നിങ്ങൾ ഒരു എന്താ പറയുക ആ രീതിയിലേക്ക് സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വാസ്തവത്തിൽ എന്താണ്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വാസ്തവത്തിൽ ഒറ്റുകാരന്റെ പണിയാണ് വാസ്തവത്തിൽ ഈ പറയുന്ന വിജയൻ എടുക്കുക. ഒറ്റുകാരന്റെ പണിയാണ് ഇയാൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകളും ഈ 2026 തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു തുറുകണ്ണൻ യാഥാർത്ഥ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് മുഴുവൻ ആളുകളും വാസ്തവത്തിൽ ഇവന്റെ മുന്നണിക്കെതിരായിട്ട് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ജനാധിപത്യത്തെ പുൽകാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ചരിത്രപരമായി കാലം അവരിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഈ ദൗത്യത്തിന്റെ ഒരു എന്താ പറയാ പ്രത്യക്ഷ രൂപമായി സത്യത്തിൽ ഏത് മാറുന്നറിയോ? ഈ ശൈല ടീച്ചറെ മാറ്റിയിരിക്കുന്ന സംഭവം, പിന്നെ ഇവിടെ തലശ്ശേരിയിൽ സംശീർണം മാറ്റിയിട്ട് ഫസൽ വധക്കേസിനകത്തുള്ള ഒരു CBI ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പത്രപ്രചരണങ്ങൾ ത്രൂ ഔട്ട് കേരള ഇതേപോലുള്ള കക്ഷികളാണ് വരുന്നത്. അപ്പൊ ഇത് വരിക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാല്, അങ്ങേറ്റം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ നിയമസഭയ്ക്ക് അകത്തേക്ക് കൊണ്ടുപോവുക എന്ന് പറയാവുന്ന ഗൂഢലക്ഷ്യമാണ് വാസ്തവത്തിൽ ഇയാൾക്കുള്ളത്. അവിടെ ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമായിട്ട് കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ CPI, അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ്തവത്തിൽ എന്ത് ചെയ്യണമെന്നറിയോ? അവരുടെ രാഷ്ട്രീയ നിലപാടിനകത്ത് പൊളിച്ചെടുത്ത് നടത്തുകയും ആ പൊളിച്ചെടുത്തിന്റെ ഭാഗമായി ഡാംഗെ പണ്ട് നേരത്തെ ഉയർത്തിയിരിക്കുന്ന പൊളിറ്റിക്കൽ ലൈനിലേക്ക് തിരിഞ്ഞു നടക്കിയിട്ട് ഒരു പുതിയ ലോകത്തെ, പുതിയ കേരളത്തെ, പുതിയൊരു ഇന്ത്യയെ സ്വപ്നം കാണാനുള്ള മുന്നണി സംവിധാനത്തിന്റെ ഭാഗമാക്കാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാവുന്നില്ല എങ്കിൽ അവർ നേരിടാൻ പോകുന്നത് വലിയ തോതിലുള്ള തിരിച്ചടിയായിരിക്കും. അത്തരം ഒരു തിരിച്ചടിക്ക് തീർച്ചയായും ഇയാൾ കരു നീക്കുകയും ചെയ്യും. അതിൽ BJPയെ ഇയാൾ പരമാവധി ഉപയോഗിക്കുകയും ചെയ്യുമെന്നാണ് വാസ്തവത്തിൽ സാർ നന്ദകുമാർ എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് എന്റെ ഒരു നിരീക്ഷണം. ഈ നമ്മുടെ ശൈലജയെ മാറ്റുമ്പോൾ, അതേപോലെ ഷംസീറിനെ മാറ്റുമ്പോൾ ഈ കണ്ണൂർ CPMന്റെ ഉള്ളിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? അല്ല, അതെന്താ സംഭവം അറിയാം? ഈ കണ്ണൂരിനകത്ത് ഇതിനകത്തൊന്നും കണ്ണൂരിനകത്ത് ഇപ്പൊ പ്രശ്നങ്ങളേ ഉള്ളൂ. മുഴുവൻ പ്രശ്നങ്ങളാണ്, മൊത്തം വിഷയങ്ങളാണ്. പക്ഷെ ഈ വിഷയങ്ങൾ എന്താണ്, ഈ വിഷയങ്ങൾ പുറത്തു വരികയെന്നറിയാം. 2026 ഇലക്ഷനിൽ ഇവർ തോൽക്കുകയും, അതായത് ഈ മുന്നണിക്ക് ഒരു 30 സീറ്റ് പോലും കിട്ടൂല എന്നുള്ള നിരീക്ഷണമാണ്. 30 സീറ്റ് പോലും കിട്ടില്ല ഇവർക്ക്. അത്തരം ഒരു അവസ്ഥയിലേക്ക് ഇവർ മാറുന്നതോടെ എന്താണെന്ന് പറഞ്ഞാൽ, CPIM എന്നൊരു പാർട്ടി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുന്നത്. കാരണം ഇപ്പോൾ അത് നിൽക്കുന്നത് എങ്ങനെയാണ്? ഒരാളെ ഭയന്നിട്ട് മാത്രമാണ്. ഇയാൾ പേടിച്ച് നിൽക്കുന്ന അതിനകത്ത് മുഴുവൻ ആളുകളും. നിങ്ങൾ അതിനകത്ത് നോക്കേണ്ട കാര്യം എന്താ അറിയാം? വായി തുറന്നാൽ വിഡിത്തം പറഞ്ഞതിനകത്ത് കുലപതിയായിരിക്കുന്ന ഒരുത്തനാരേനും ഇതിനകത്ത് ഏക്കവല്ല. വായി തുറന്നാൽ വിഡിത്തം. ഇതേ ഗണത്തിലേക്ക് ഇപ്പം അതിവേഗം യാത്ര ചെയ്യുന്ന ഒരു വിദ്വാനുണ്ട് കണ്ണൂരിൽ നിന്ന് വരുന്നത്. ആ വിദ്വാന്റെ പേരാണ് MP ജയരാജൻ. വെറും വിഡിത്തം എന്ന് പറഞ്ഞാൽ നമ്പർ 1 വിഡിത്തം. ഈ വിഡിത്തങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും. അതിനെന്താ മൂപ്പറ ധാരണ അത് മഹത്വമായ കണ്ടുപിടുത്തം നിൽക്കുക. മൂപ്പറ അങ്ങനെ ഒരു കാര്യം പറയേണ്ടിക്കുന്നത് പാതാളത്തിനും ബാക്കിയിൽ എടുത്തിട്ടില്ല. ഇപ്പൊ ഈ വീണാ ജോർജിന് പരിക്കുപറ്റിയ സംഭവത്തിന് മുകളിൽ ഇയാൾ പറയുന്നത് ഭൂലോക ബ്ലഫ് ഉണ്ടല്ലോ, ആ ബ്ലഫാണ് വാസ്തവത്തിൽ എന്തായെന്ന് പറഞ്ഞാൽ ആളുകൾ ചിരിക്കുകയാണ്.
ഇതുപോലുള്ള ആളുകൾക്ക് ഉള്ള ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായി പാർട്ടി മാറി എന്ന യാഥാർത്ഥ്യം അതിനകത്തെ മിക്കവാറും പാർട്ടി മെമ്പർമാർക്ക് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 2026 ഇലക്ഷനിൽ ഇവർ തിരിച്ചടി നേരിടുന്നതോടെ ഈ പാർട്ടി എന്താവുന്നു? നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് പണ്ട് കോൺഗ്രസിനാണെങ്കിലും അടിയുണ്ടാകുന്ന പറയുന്നത് ഈ പാർട്ടിക്കകത്ത് രൂപം കൊള്ളാതിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് നാം ഒരിക്കലും പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ ആഴമുള്ളതും എത്രയോ വിശാലമായിരിക്കുന്ന തോതിലുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് ഈ സാധനം പോകുന്നത് തന്നെയാണ് എന്റെ വ്യക്തിപരമായ വിശ്വാസം. അവിടെ ശൈല ടീച്ചർക്ക് സീറ്റ് കൊടുക്കാതിരിക്കുന്നതും സംശീകരണം മാറ്റുന്നതും മാത്രമല്ല വിഷയം, അതൊരു ഭാഗത്ത് കിടക്കും. ഇത്തരത്തിലുണ്ടായിരിക്കുന്ന എല്ലാ കാര്യവും തന്നിലേക്ക് ചുരുക്കി ഇങ്ങനെ എടുക്കുമ്പോൾ അത് വരാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വലിയ മഹാദുരന്തത്തിന്റെ ഒരു കയ്യൊപ്പ് ഇയാൾ തന്നെ ചാർത്തി കൊടുക്കുകയാണ്. ശരിക്കും ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരു നാണവുമില്ലാതെ അതിൽ MA പറഞ്ഞിട്ട് നയിക്കാൻ ഒരേ ഒരാളുടെ പേര് ആര്? 80 വയസ്സുകാരനായി. 80 വയസ്സുകാരൻ ഏത് സമരം നയിച്ചതിന്റെ പാരമ്പര്യത്തിലാണ് ഇയാൾക്ക് ഈ 80 വയസ്സിലും ഇയാൾക്ക് ഈ പാർട്ടിയെ നയിക്കാൻ പ്രാപ്തരാ എന്ന് പറയുന്നത്? BSന്റെ പേര് BSന്റെ അത് വേറെ വിഷയമോ? BSന്റെ വേറെ വിഷയമോ? അയാൾ സമരം നയിച്ചയാളാണ്, പൊരുതിയാളാണ്, പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആളാണ്. ഇയാൾ എന്താ ഉണ്ടാക്കിയിട്ടില്ല ഇയാൾ? അപ്പൊ അത് നമ്മളൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാനേ പാടില്ലാത്തതാണ്. അപ്പൊ അതുപോലെ തന്നെ എനക്കും ഇതുപോലെ കിട്ടണമെന്ന് പറയാവുന്ന ഒരു അവസ്ഥ വരെ അത് ഞാൻ എന്തായാലും തിരിച്ചു കൊടുത്തോളൂ. അത് ഈ 2024 ഇലക്ഷനിലെ സാധനം കിട്ടുമത്. അതുകൊണ്ട് കണ്ണൂരിന് മാത്രമല്ല ഓൾ കേരള അടിസ്ഥാനത്തിൽ CPIM അതിന്റെ ഘടന മുഴുവൻ തകരുകയും അതിന്റെ സർവനാശത്തിലേക്ക് ഈ 2024 ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. 2026 ഇലക്ഷൻ കഴിഞ്ഞ് ഈ തുച്ഛമായ നാമമാത്രമായ സീറ്റുകൾ വാങ്ങിയിരിക്കുന്നതോടെ ഇത് തവിട് പൊടിയായി ഈ പാർട്ടി മാറിയില്ല എങ്കിൽ നോക്കിക്കോ, തവിട് പൊടിയായി മാറും. അതോടൊപ്പം തന്നെ അതിന്റെ മിക്കവാറും ഘടകകക്ഷികളെല്ലാം എന്താ പറയാ, ആ ഘടകകക്ഷികൾ മുഴുവൻ തന്നെ വാവളർന്നിരിക്കുകയും ചെയ്യും. അത്രമാത്രം മോശമാണ് വാസ്തവത്തിൽ പബ്ലിക്കിന്റെ അടുത്ത് ഇവരുടെ ഒപ്പീനിയൻ ഇവരെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. ആ അഭിപ്രായം അതിനെ മറികടക്കാനാണ് ഇയാൾ ചെയ്യുന്നത്. ഞാനീ പറഞ്ഞിരിക്കുന്ന BJPയുമായിട്ടുണ്ടാക്കുന്ന രഹസ്യ ബാന്ധവത്തിന്റെ രാഷ്ട്രീയം ഇയാൾ കൊണ്ടുവരുന്നത്. കാരണം അയാൾക്ക് ഒരു കാര്യം ഉറപ്പായി, ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ ഒരൊറ്റ വോട്ട് പോലും ഇവർക്ക് കിട്ടില്ല എന്നും അത് മലപ്പുറത്തെ അന്നേത സംഭവത്തോട് തന്നെ ബോധ്യപ്പെട്ട സംഭവമാണ്. അതിനെ മറികടക്കാനുള്ള എന്തെല്ലാം തരത്തിലുള്ള അഭ്യാസങ്ങൾ നടത്തിയാൽ പോലും കാലത്തിന്റെ മുമ്പിൽ ചരിത്രത്തിന്റെ മുമ്പിൽ ഇയാൾ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഈ മുണ്ടക്കൈ ചൂരൽമല സംഭവത്തിന്റെ മുകളിൽ ഈ വീടുകൾ കൊടുക്കുന്ന സമയത്ത് എത്ര ഷാർപ്പായി അയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കേണ്ടതാണ്, എത്ര ഷാർപ്പായി ഉന്നയിക്കേണ്ടതാണ് അയാൾ. ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാൻ അയാൾ തയ്യാറായോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ ചോദ്യത്തിന് ആര് പറയണം? ഗോവിന്ദൻ മറുപടി പറയണം. അരിയത്തിറാൻ ചോദിച്ചാൽ പയറിനായി ഗോവിന്ദൻ മറുപടി പറഞ്ഞാൽ ബ്ലഫ് അടിച്ച് പോവല്ല ഉണ്ട്. രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയം സംസാരിക്കണം, പ്രത്യയശാസ്ത്രപരമാണെങ്കിൽ പ്രത്യയശാസ്ത്രം സംസാരിക്കണം. ഇത് രാഷ്ട്രീയവുമില്ല, പ്രത്യയശാസ്ത്രവുമില്ല, പാർട്ടിയുമില്ല, കച്ചവടം മാത്രമായി മാറുകയാണ്, വെറും കച്ചവടം. ഈ കച്ചവടം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ഈ പാർട്ടി മാറിയപ്പോൾ എന്താണെന്ന് പറയാ, ഇതുപോലുള്ള പുതിയ പ്രതിസന്ധികൾ ഈ പാർട്ടിക്കകത്ത് രൂപം കൊള്ളുകയും ആ പാർട്ടി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അതിന്റെ സർവനാശത്തിലേക്കുള്ള യാത്ര അതിവേഗം അടുക്കുകയാണ്. അവിടെ കേരള ഈ കണ്ണൂർ ജില്ല മാത്രമല്ല അത് കേരള അടിസ്ഥാനത്തിൽ ഇത് വലിയ പ്രതിസന്ധിയായി പാർട്ടി നേരിടുന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല.